സ്വന്തം ജീവിതം കൊടുത്ത് വിദ്യാർത്ഥികളെ രക്ഷിച്ച ബ്രദർ റിച്ചി ഫെർണാണ്ടോയുടെ ജീവിതകഥ. ഒരു വൈദിക വിദ്യാർത്ഥിയെക്കുറിച്ചാണ് ഈ കഥ. സംഭവം നടക്കുന്നത് 1996. ഫിലിപ്പീൻസ് സ്വദേശിയായ 26 വയസ്സുള്ള ജെസ്യൂട്ട് സെമിനാരി വിദ്യാർത്ഥിയായിരുന്നു ബ്രദർ റിച്ചി ഫെർണാണ്ടോ അഥവാ റിച്ചാർഡ് ഫെർണാണ്ടോ. കംബോഡിയയിൽ താൻ ശുശ്രൂഷ ചെയ്തിരുന്ന സ്ഥലത്തെ വിദ്യാർത്ഥികളെ രക്ഷിക്കാനായി സ്വന്തം ജീവൻ സമർപ്പിച്ച മഹത് വ്യക്തിത്വം. 1995 ബ്രദർ റിച്ചി കംബോഡിയയിൽ റീജൻസിക്കായി എത്തിയത്. പോളിയോ, ലാൻഡ് മൈൻ, മറ്റ് അപകടങ്ങൾ എന്നിവ മൂലം ശാരീരികമായി വൈകല്യം സംഭവിച്ചവർക്കായി നടത്തിയിരുന്ന ജെസ്യൂട്ട് സമൂഹത്തിലെ ഒരു മിഷൻ കേന്ദ്രത്തിലായിരുന്നു റിച്ചി ശുശ്രൂഷ ആരംഭിച്ചത്. അവിടെ എത്തിയ ഉടൻ തന്നെ അവിടുത്തെ ഭാഷ പഠിക്കാനും അവരുടെ വേദനകളുടെ കഥകൾ ക്ഷമയോടെ കേൾക്കുവാനും സമയം കണ്ടെത്തിയ ബ്രദർ റിച്ചി വൈകാതെ തന്നെ വിദ്യാർത്ഥികളുടെ വിശ്വാസവും സ്നേഹവും സ്വന്തമാക്കി. റിച്ചിയുടെ വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു സാരോം എന്ന അനാഥൻ. 16-ാം വയസ്സിൽ സൈനികനായ സാരോം ഒരു ലാൻഡ് മൈൻ പൊട്ടിത്തെറിയിൽ ഗുരുതരമായി പരിക്കേറ്റവനായിരുന്നു. സാരോമിൻ്റെ പെരുമാറ്റം മിഷനിലെ പലർക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും അവന് എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഒരു സ്ഥാനമുണ്ട് എന്ന് റിച്ചി തൻ്റെ സുഹൃത്തുക്കൾക്ക് എഴുതിയ കത്തുകളിൽ പറഞ്ഞിരുന്നു. 1996 ഒക്ടോബർ 17 സാരോം സ്കൂൾ ഡയറക്ടറെയും അധ്യാപകരെയും കാണാനായി മിഷൻ സ്കൂളിലെത്തി. ക്ലാസുകൾ പൂർത്തിയാക്കിയിട്ടും സ്കൂളിൽ തുടരാൻ അനുവാദം തേടിയിരുന്നെങ്കിലും ശല്യമുണ്ടാക്കുന്ന പെരുമാറ്റം കാരണം സാരോമിന് അത് നിഷേധിക്കപ്പെട്ടിരുന്നു. ഇതിൽ കുപിതനായ സാരോം ഒരു ദിവസം ബാഗിൽ ഒരു കൈ ഗ്രനേഡുമായി സ്കൂളിലെത്തി. തനിക്കെതിരെ പരാതി പറഞ്ഞ വിദ്യാർത്ഥികളോടുള്ള പക തീർക്കാനായി വിദ്യാർത്ഥികൾ തിങ്ങി നിറഞ്ഞ ഒരു ക്ലാസ് റൂമിലേക്ക് സരോം ഇരച്ചു കയറി ഗ്രനേഡ് വലിച്ചെറിയുകയായിരുന്നു ലക്ഷ്യം. ജനാലകൾ ഇരുമ്പു കമ്പികളാൽ അടച്ചിരുന്നതിനാൽ കുട്ടികൾക്ക് പുറത്തേക്ക് രക്ഷപ്പെടാനാവില്ലായിരുന്നു. കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയ ബ്രദർ റിച്ചി സരോമിൻ്റെ പിന്നിൽ നിന്ന് ചാടിപ്പിടിച്ച് ഗ്രനേഡ് എറിയുന്നത് തടയാൻ ശ്രമിച്ചു. ടീച്ചറെ, എന്നെ വിടൂ, ഞാൻ നിങ്ങളെ കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് സാരോം അപേക്ഷിച്ചു. എങ്കിലും ഗ്രനേഡ് നിലത്ത് വീണ് പൊട്ടിത്തെറിച്ചു. സ്ഫോടനത്തിൽ ബ്രദർ റിച്ചി സാരോമിന് മുകളിലേക്ക് വീണു. അവനെയും സ്കൂളിലുണ്ടായിരുന്ന എല്ലാവരെയും രക്ഷിച്ചു. സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തി. മരണത്തിന് 4 ദിവസം മുമ്പ് തൻ്റെ സുഹൃത്തും ജെസ്യൂട്ട് സമൂഹാംഗവുമായ ഫാദർ ടൊട്ടറ്റ് ബെനായ്നാൽ എസ്.എക്ക് റിച്ചി എഴുതിയ കത്തിൽ അദ്ദേഹം ഇങ്ങനെ രേഖപ്പെടുത്തി: എൻ്റെ ഹൃദയം എവിടെയാണെന്ന് എനിക്കറിയാം. ദരിദ്രർക്കും രോഗികൾക്കും അനാഥർക്കുമായി എല്ലാം സമർപ്പിച്ച യേശു ക്രിസ്തുവിനോടൊപ്പമാണ് അത്. ദൈവം തൻ്റെ ജനങ്ങളെ, വൈകല്യമുള്ള നമ്മുടെ സഹോദരങ്ങളെയും സഹോദരിമാരെയും ഒരിക്കലും മറക്കുന്നില്ലെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അവർ ഈ സത്യം അറിയാൻ ദൈവം എന്നെ ഉപയോഗിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇതാണ് എൻ്റെ വിളിയെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു. ഒരു ധ്യാനക്കുറിപ്പിൽ മരണത്തെക്കുറിച്ച് റിച്ചി ഇങ്ങനെ എഴുതി: ഞാൻ മരിക്കുമ്പോൾ ഞാൻ എത്ര മഹാനായിരുന്നുവോ, ശക്തനായിരുന്നുവോ, കഴിവുള്ളവനായിരുന്നുവോ എന്നതല്ല, മറിച്ച് ഞാൻ സത്യത്തിനായി ജീവിച്ചു, സംസാരിച്ചു, ശരിയായതിന് സാക്ഷ്യം വഹിച്ചു, എൻ്റെ എല്ലാ പ്രവൃത്തികളിലും ആത്മാർത്ഥത പുലർത്തി എന്നായിരിക്കണം ആളുകൾ ഓർക്കേണ്ടത്. ബ്രദർ റിച്ചി ഫെർണാണ്ടോയുടെ ജീവിതവും മരണവും സ്നേഹം അതിൻ്റെ പരമാവധി ഉയരത്തിലെത്തുമ്പോൾ അത് സ്വയം ത്യാഗമാകുന്നു എന്ന സുവിശേഷ സത്യം ശക്തമായി പ്രഖ്യാപിക്കുന്ന ഒരു ഉത്തമ ക്രൈസ്തവ സാക്ഷ്യമാണ്. ബ്രദർ റിച്ചി അൾത്താരയുടെ വണക്കത്തിന് യോഗ്യനാകാനുള്ള നാമകരണ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. വിശുദ്ധിയുടെ പടവുകൾ കയറാൻ ബ്രദർ റിച്ചിയുടെ മാതൃക നമ്മെയും സഹായിക്കട്ടെ.